Sunderland Indian Brethren Assembly. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ ചെറിയൊരു സഭയ്ക്ക് ഒരു ടാലൻറ്റ് പ്രോഗ്രാം ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ സഭയോടുള്ള നന്ദി ഞങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. ആദ്യമായിട്ട് ഞങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വി ബീൻ പ്രേയിങ് ഫോർ ദിസ് ഡേ ഫോർ എ ലോങ് ടൈം ബിക്കോസ് ഷാജി ബ്രദർ അങ്കിൾ ഒരു ഫെബ്രുവരി മാർച്ച് ആയപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഈ പ്രോഗ്രാമിനെ പറ്റി പറയുമ്പം സഭയായിട്ട് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ഈ ഒരു ഡേയിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് വി ആർ സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോഗ്രാം ടുഡേ ആൻഡ് താങ്ക് യു ഫോർ ഗിവിങ് അസ് ദ ഓപ്പർച്യൂണിറ്റി എന്ന് ഞങ്ങൾക്കൊരു ചെറിയൊരു സ്കിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ചേർച്ചിൻ്റെ പേര് സണ്ടർലാൻഡ് ഇന്ത്യൻ ബ്രദറൻ അസംബ്ലി ആണ്. 2008 ഈ സഭ തുടങ്ങുവാനായിട്ട് ഇടയായത്. ഒരു 35 പേരുള്ളൊരു ചെറിയൊരു സന്തോഷമായ ഒരു ചെറിയൊരു സഭയാണ്. ബൈബിൾ സ്റ്റഡി ഉണ്ട്, എല്ലാ ആഴ്ചയിലും ഞങ്ങൾക്ക് നല്ലൊരു ബൈബിൾ സ്റ്റഡി ഉണ്ട്. അതുപോലെ തന്നെ തേർഡ് സൺഡേ ഞങ്ങൾക്കൊരു മലയാളി ആരാധനയുണ്ട്. അന്ന് ഞങ്ങൾക്ക് ട്രാക്ക് ഡിസ്ട്രിബ്യൂഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ദൈവം സഹായിച്ച് വളരെയധികം അനുഗ്രഹമായിട്ട് ദൈവം നടത്തുന്നു. ഞങ്ങൾ യൂത്തായിട്ട് ഞങ്ങൾ ഗ്യാദർ ചെയ്യാൻ തുടങ്ങിയത് 2 വർഷമേ ആയിട്ടുള്ളൂ. ഞങ്ങൾ പലപ്പോഴും യൂത്തിൻ്റെ ഞങ്ങൾ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പല ലീഡിങ്സും ഞങ്ങൾക്ക് അതിൽ കാണുവാനായിട്ട് ഞങ്ങൾ ഇടയാക്കുന്നുണ്ടായിരുന്നു. എല്ലാ ആഴ്ചയും ഞങ്ങൾക്ക് ട്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. യൂത്ത് സൈഡ് ഞങ്ങൾ സാറ്റർഡേ ഞങ്ങൾ പോകും. പിന്നെ ഔട്ട്റീച്ച് ഓപ്പൺ എയർ പ്രീച്ചിങ് ഉണ്ട്. അത് ഞങ്ങൾക്ക് ഈ വർഷമാണ് ഞങ്ങൾ ചെയ്യാനായിട്ട് ഇടയായത്. ഇനി അടുത്ത മാസം സെപ്റ്റംബറിൽ ഞങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു ക്വിസ് പ്രോഗ്രാം, അങ്ങനെ പല ആക്ടിവിറ്റീസായിട്ട് പോകുന്നൊരു ചെറിയൊരു ചേർച്ചാണ് ഞങ്ങളുടേത്. ദൈവം സഹായിച്ച് ഇന്ന് ഞങ്ങൾക്ക് ആൻഡ് എസ്പെഷ്യലി എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ഓൾ ദ മെമ്പേഴ്സ്, യങ്സ്റ്റേഴ്സ് ഇവിടെ ചെയ്ത എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും. ഞങ്ങൾ പറയുമായിരുന്നു വി വർ റിയലി ഹാപ്പി ടു ബി എ പാർട്ട് ബിക്കോസ് അത്രയ്ക്ക് നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരുന്നു ഇന്ന്. ആൻഡ് വി വർ റിയലി ലവിങ് ഇറ്റ് ഓൾ ദ വേ വി കെയിം ആൻഡ് വി ആർ ഗോയിങ് ബാക്ക് ചാലഞ്ച്ഡ് ബിക്കോസ് ഇന്നത്തെ മെസ്സേജ് ആണെങ്കിലും ഞങ്ങൾക്ക് അതുപോലെ ചലഞ്ചിങ് ആയിരുന്നു. ഞങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ വി ആർ റിയലി ഹാപ്പി ദാറ്റ് വി ഹാവ് സംതിങ് ഇൻ അവർ ഹാൻഡ്. ആൻഡ് ഞങ്ങൾ ചെറിയൊരു സ്കിറ്റാണ് ചെയ്യുന്നത്. വി ആർ നോട്ട് മച്ച് പ്രിപ്പയർഡ് ആൻഡ് വി നോ വി ഹാവ് ടേക്കൺ മച്ച് ടൈം. ഇപ്പം 5 മണി ആകാറായി. എവരിബഡി ഈസ് ഇൻ എ ഹറി. സോ വിൽ ജസ്റ്റ് ഡു എ സ്കിറ്റ്. അതിൻ്റെ പ്രിപ്പറേഷൻ നടക്കുകയാണെങ്കിൽ വിൽ ജസ്റ്റ് get over in 2 minutes and ദൈവം അനുഗ്രഹിക്കട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. മേ ദ ലോർഡ്സ് നെയിം ബി ഗ്ലോറിഫൈഡ്. And welcome to Good Morning Brethren. I'm your host Benita. We would also like to welcome to the studio our foreign correspondent Shaiju. Thank you Benita. Namaskaram. In royal news, a baby has washed up on the riverbanks of the palace, and in a turn of events, the princess has decided to adopt the boy and is looking for a nursemaid. Claims of talking animals are sweeping the nation as eyewitnesses report that Prophet Balaam got into a heated argument with his donkey. New delivery service Raven and Brothers earned their first 5-star rating. According to loyal customer Elijah, he has brought the best meat and bread he had ever tasted, all for free. In an act of payback, 300 foxes light up the night sky. In burning vengeance, Muscleman Samson has sworn he will not rest until the Philistine invaders are gone for good. പരമന വാർത്തകളിൽ ആദ്യമായി കൊട്ടാര നദിക്കരയിൽ ഒഴുകിയെത്തിയ നിലയിൽ കാണപ്പെട്ട മാസങ്ങൾ മാത്രം പ്രായമുള്ള ശിശുവിനെ ദത്തെടുക്കാൻ തീരുമാനിച്ച രാജകുമാരി ആയതിനാൽ ശിശുവിന് പാൽ കൊടുക്കുന്നതിനായി ഒരമ്മയെ ആവശ്യമുള്ളതായി കൊട്ടാരം അറിയിച്ചു. സംസാരശേഷിയുള്ള മൃഗങ്ങളുടെ കണക്ക് രാജ്യത്ത് കൂടി വരുന്നതായി റിപ്പോർട്ടുകൾ. പ്രവാചകൻ ബാലാമും തൻ്റെ കഴുതയും തമ്മിലുള്ള ചൂടേറിയ വാക്കുതർക്കം നേരിട്ട് കണ്ട വെളിപ്പെടുത്തലുമായ ദൃക്സാക്ഷി. ഭക്ഷണ വിതരണ സംരംഭത്തിൽ റേവൻസ് കാറ്റേഴ്സിന് പഞ്ചനക്ഷത്ര തിളക്കം. കെരീതിൽ നിന്നുള്ള സ്ഥിര ഉപഭോക്താക്കളിൽ ഒരാളായ ഏലിയാവിൻ്റെ 5-സ്റ്റാർ റേറ്റിംഗ് ആണ് പുതു സംരംഭകരായ റേവൻസിനെ ജനകീയമാക്കിയിരിക്കുന്നത്. ജീവിതത്തിൽ ഇത്രയും രുചികരമായ അപ്പവും ഇറച്ചിയും താൻ കഴിച്ചിട്ടില്ലെന്ന് ഏലിയാവ്. അപ്രതീക്ഷിത തിരിച്ചടിയിൽ അമ്പരന്ന് ഫിലിസ്തീർ. 300 കുറുക്കന്മാരെ തീപന്തമായി ഉപയോഗിച്ചാണ് ഇസ്രായേലിൻ്റെ സ്വന്തം മസിൽമാൻ ആയ ശിംശോൻ ഫെലിസ്തീരെ തുരത്തിയത്. ശത്രുക്കളെ പൂർണ്ണമായി നശിപ്പിക്കാതെ ഇനി തനിക്ക് വിശ്രമമില്ലെന്നും ശിംശോൻ. We'll return after a short break with celeb Chef Martha.
Is your tummy hurting? Are you weak and heavy laden? Do thy friends despise forsake thee? Introducing the new JTB supplements by John the Baptist. And now, our new range of products include Locust Crunch Cereal, Honey and Locust Protein Bar, and Wilderness Honey. Spend over 50 shekels and get a limited editions camel hair coat completely free of charge. Terms and conditions apply. നമസ്കാരം, മാർത്താസ് കറി വേർഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെ ഏറ്റവും രുചികരമായ പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പി നമ്മൾ ലാസ്റ്റ് വീക്ക് കണ്ടു. എന്നാൽ ഈ പെസഹയ്ക്ക് അടുത്ത് വരുന്ന ഈ സമയത്ത് എങ്ങനെ നമുക്കൊരു ലാം റോസ്റ്റ് ഉണ്ടാക്കാമെന്നുള്ള റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ലാമ്പാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് മസാലകളൊക്കെ തേക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. സോ നമുക്ക് ഈ മസാലകളൊക്കെ ഈ ഇറച്ചിയിലേക്ക് തേക്കേണ്ടതായിട്ട് ആവശ്യമായിട്ടിരിക്കുന്നു. അല്ല മറിയേ, നിനക്ക് എന്ത് തോന്നുന്നു, ഈ ആഴ്ച യേശു തീർച്ചയായും വരുമോ? അവൻ്റെ കാൽക്കലിരുന്ന് വചനം പഠിക്കാനാണ് ഞാൻ ഈ കാത്തിരിക്കുന്നത്. സോറി, എല്ലാവരും ക്ഷമിക്കണം, ഇതെൻ്റെ അനിയത്തി മാർത്തയാണ്. ഒരു കാര്യം മര്യാദക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല, എന്നാൽ ഒന്നും ഹെൽപ്പും ചെയ്യത്തില്ല, ഭയങ്കര ഡിസ്റ്റർബാണ്. അനിയത്തിമാരുള്ളവർക്കൊക്കെ കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് പോയി തരാമോ? സോ ഗൈസ്, നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? എങ്ങനെയാണ് നമുക്ക് ഈ മസാല കൂട്ടുകളെല്ലാം നമ്മുടെ ഇറച്ചിയിലേക്ക് തേച്ച് പിടിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അല്ല മാർത്തേ, നിനക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ തവണ യേശു വന്നപ്പോൾ നമ്മളെ പഠിപ്പിച്ച കാര്യം, എല്ലാവരിലും ശ്രേഷ്ഠർ, എല്ലാവരും സേവരായിരിക്കണം എന്നുള്ളത്? എൻ്റെ പൊന്നു മാർത്തേ, സോറി അത് ഞാനാണല്ലോ, എൻ്റെ പൊന്നു മറിയേ, ഒന്ന് പോയി തരാമോ? ഞാനിതൊന്ന് ചെയ്തോട്ടെ. സോ അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, മറ്റൊന്നുമല്ല, നമ്മുടെ ലാമ്പിൻ്റെ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്നാപക യോഹന്നാൻ്റെ 1 ടേബിൾ സ്പൂൺ കാട്ടുതേൻ യൂസ് ചെയ്താൽ മതി. നമുക്ക് നന്നായിട്ട് അതിൻ്റെ ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ആയി വരും. അതിനുശേഷം നമുക്കിത് ഒരു 20 മിനിറ്റ്സ് ഓവനിലേക്ക് വെക്കാവുന്നതാണ്. എന്നാലും മാർത്തേ, മതി, കുറേ നേരം ആയല്ലോ. ഈ പറയുന്ന സമയം പോരെ എന്നെ ഇവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഒന്ന് പോകാവോ? ഞാനൊന്ന് ചെയ്തോട്ടെ. നോക്കൂ ഗൈസ്, എൻ്റെ ലാം റോസ്റ്റ് കരിയുകയും ചെയ്തു. Sorry about that. I hope that went better for the viewers at home. Now, moving on, in international news, today marks a historic day as progress continues on the Tower of Babel. As we enter the final days of this mega project, let's hand over to our Babel correspondent, Reema. Tea, coffee, tea, coffee, tea, coffee. Thank you, Benita. It's a wonderful day here in China. As you can see, the unemployment rates and cost of living crisis have come down, and the tower is reaching unprecedented heights. Let's go speak to some of the locals about this project. Hello, sir. What is your thoughts on this mega project? Oh, we love this. It's created so many jobs. Even my lazy nephew has just started a Band 6 job. It is absolutely fantastic that people from all over the world have come to build this amazing tower. There's nothing that we cannot do. Fascinating. Now let's go speak to our project manager, Bob the Builder. Bob. Our mission project is simple. It's our aim to make a name for ourselves and create the biggest, best tower that will reach the heavens. Make Babel great again. Fascinating. ചായ ചൂട് ചായ Sir, വട. sir, what does this mean for the community? മീനോ ചേച്ചി? ചായ, ഇത് ചായ വേണോ? ചായ വേണോ? ചായ. Excuse me, sir. Eche homo cuidas baba? Sir, sir. अरे क्या बोले गुड़िया? Bob. Je ne sais pas, je suis désolé. ¿Qué? ¿Cómo es tu casa? Sorry, Benita, it's too confusing. Back to you in the studio. We'll return after a short break.
ജീവിതത്തിൽ ആരാണ് ഭാരമെടുക്കുവാൻ ആഗ്രഹിക്കാത്തത്? എനിക്കും നിങ്ങളെപ്പോലെ വെയിറ്റ് എടുക്കുവാൻ പറ്റുമായിരുന്നില്ല. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഡാനിയേൽ എനിക്ക് സിംഷോൺ ഹെയർ ഓയിൽ റെക്കമെൻഡ് ചെയ്തത്. സിംഷോൺ ഹെയർ ഓയിൽ പുരട്ടിയപ്പോൾ ആദ്യം ഞാൻ സംശയിച്ചു. എങ്കിലും 2 ആഴ്ചകൾക്ക് ശേഷം എൻ്റെ മുടി തഴച്ചു വളർന്നു. ഏത് ഭാരവും ചുമക്കുവാൻ പറ്റും. നിങ്ങൾക്കും ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നു. സിംഷോൺ ഹെയർ ഓയിൽ, മുടിയും ഭാരവും ഏതിനും. Now, the long-awaited search is over, as the return of a missing boy who some have nicknamed the prodigal son has come home. Good morning, brethren, have managed to get an exclusive interview with the boy, his father, and brother. Over to you, Rima. Thank you, Benita. Now, this really is a touching scene, seeing a father reunited with his son and, of course, his older brother. Now, older brother, how do you feel since your baby brother came home? Yeah, I feel absolutely thrilled that he's back home. Although, I must say, ever since he's gone away, he's been spending his money and gambling and wasting money on... Oh, my son! I'm so happy to be back home. I really miss my mother's parota and beef. And the Wi-Fi at my father's house is much better. Father, I noticed there's lots of celebrations going on. Is this all for your younger son? This is the least I could do for my son. I'm just so happy. It's like everything I ever lost came back to me. I know I've sinned against my father and against heaven, but he has welcomed me with open arms. But what about me, Father? I have spent all these years doing everything that you've asked me to. Never once have I got even a tenth of what you've done for your younger son. Everything I have is yours, my son. Oh, my son. കായിക വാർത്തകൾ. ഗുസ്തി മത്സരത്തിൽ ഇടുപ്പിന് ക്ഷതമേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് കനാൻ നിവാസിയായ യാക്കോബ് എന്ന ചെറുപ്പക്കാരൻ. തൻ്റെ സഹോദരൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയുണ്ടെങ്കിലും ഈ സംഭവം യാക്കോബിൽ വളരെ നല്ല മാറ്റമാണ് വരുത്തിയിരിക്കുന്നതെന്നും ജ്യേഷ്ഠനായ ഏശാവ് മാധ്യമങ്ങളോട് അറിയിച്ചു. കല്ലും കവിണയും വമ്പിച്ച വ്യാപാരം നേടുന്നു. ഗത്തിലെ ഗോലിയാത്ത് എന്ന മല്ലനെ കൗമാരക്കാരനായ ഒരു ഇടയ ബാലൻ കവിണ ഉപയോഗിച്ച് വീഴ്ത്തിയതിന് പിന്നാലെയാണ് കവിണയുടെ വൻ ശേഖരം വിറ്റുപോയതെന്ന് കച്ചവടക്കാർ. In sports news, Jacob from Canaan has injured his hip after a wrestling match. His brother Isho is unsure if he'll fully recover, but he says that he is changed for the better. Slingshots have slingshotted into popularity. Stocks have sold out after a teenage shepherd boy has defeated heavyweight champion Goliath of Gath. കാലാവസ്ഥാ വാർത്തകൾ. ഉപ്പ് മാത്രം അവശേഷിപ്പിച്ച് തുടച്ചു നീക്കപ്പെട്ട നിലയിൽ 2 രാഷ്ട്രങ്ങൾ. ഭൂമിയിൽ വരൾച്ചയ്ക്ക് അവസാനം. പ്രവാചകൻ എലീശയുടെ കഠിനമായ പ്രാർത്ഥനയുടെ ഫലമാണ് ദീർഘനാളത്തെ വരൾച്ചയ്ക്ക് വിരാമമിട്ടത്. ഭൂഗോളത്തിൻ്റെ പല ഭാഗങ്ങളിലായി റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിക്കുകയും സൂര്യൻ കറുത്തിരുളുകയും യൂഫ്രട്ടീസ് നദി വറ്റിവരളുകയും ചെയ്തതിനെ തുടർന്നാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത്. എല്ലാവരോടും തങ്ങളുടെ വീടുകളിൽ തന്നെ കഴിയാനും മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കാനും ശാസ്ത്രജ്ഞനായ ജോൺ മക്കാർത്തൂർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. Weather news. 2 cities wiped out of existence and traces of salt were found along the way. Drought is finally over after Prophet Elijah summons rainfall on the earth. A red alert has been issued for many parts of the globe due to predictions of a falling star called wormwood. Forecasts also include the sun turning black and the drying of the Euphrates River. Scientist John MacArthur has ഒരു warned... മിനിറ്റ് ബെനീറ്റ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ ചില വിശദാംശങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. നമ്മൾ മുന്നേ റിപ്പോർട്ട് ചെയ്ത വളരെ പ്രമാദമായ ഒരു കേസായിരുന്നു ചന്തസ്ഥലത്ത് പ്രമാണിമാരായി വിധിക്കപ്പെട്ട് ഫിലിപ്പീൻ ജയിലിലുള്ള കുറ്റവാളികളെക്കുറിച്ച്. അതുമായി ബന്ധപ്പെടുത്തി ചില അത്ഭുതപ്പെടുത്തുന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഇതിൻ്റെ ഒരു ലൈവ് റിപ്പോർട്ട് തരുന്നതിന് വേണ്ടി നമ്മുടെ ലൈവ് റിപ്പോർട്ടർ ചിന്നു ലൈനിലുണ്ട്. ചിന്നു, കൂടുതൽ വിശദീകരിക്കാമോ? ഹലോ ഷൈജു, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ക്ലിയർ ആവുന്നുണ്ടോ? പറഞ്ഞോളൂ. ഷൈജു, നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ അല്പം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്.
ഭൂതഗ്രസ്തയായ സ്ത്രീയുടെ ദേഹത്തു നിന്നും ഭൂതത്തെ പുറത്താക്കുകയും അങ്ങനെ അവളുടെ പ്രവചനവരം നഷ്ടപ്പെട്ട് വരുമാന മാർഗം നിലയ്ക്കുകയും ചെയ്തു എന്ന തരത്തിൽ അറസ്റ്റിലായിരിക്കുന്ന പോളിനെയും സൈലസിനെയും കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് ഫിലിപ്പീൻ സെൻട്രൽ ജയിലിലെ ചീഫ് ജയിലറോട് കൂടെ ചേരാം. ഹലോ സാർ. സാർ ഇവിടെ വിവാദമായ ഒരു കേസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള 2 യഹൂദന്മാരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ സാറിനൊന്ന് പറയാമോ? കേസുമായി ബന്ധപ്പെട്ട് ഹയർ അതോറിറ്റീസിനെ വിലക്കുള്ളതിനാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും മോളായതുകൊണ്ട് ഞാൻ പറയാം. ഒരു കുഴപ്പം പിടിച്ച കേസാണിത്. ആ 2 അമ്മമാരെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. എന്നാലും രാത്രിയായി തുടങ്ങും പാട്ടും കൂത്തും ബഹളവും. കാലിൽ ചങ്ങല ഇട്ടേണ്ട ഒരുമാതിരി വായി പ്ലാസ്റ്റർ ഒട്ടിച്ചാൽ മതിയായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണല്ലോ സാർ. ഇത് ഞങ്ങളുടെ ചാനലിലൊന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിരുന്നേ ഞങ്ങളുടെ പ്രേക്ഷകർക്കും നല്ലതായിരുന്നു. പിന്നെ സാറും വൈറലായേനെ. ഇതൊന്നും ഞാൻ സാധാരണ അനുവദിക്കുന്നതല്ല. പിന്നെ മോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ കയറ്റിവിടാം. താങ്ക് യു സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാ നമ്മുടെ ചാനലിന് മാത്രമായിട്ട് ഇപ്പോൾ ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ജയിലിനകത്തേക്ക് പോവാം. ഹലോ ഷൈജു കേൾക്കാമോ? കേൾക്കാം. ഷൈജു, ഞാനിപ്പോൾ ജയിലിനകത്താണുള്ളത്. ഇവിടെ കുറേ പാട്ടും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ട്. സോ എനിക്ക് തന്നെ ഒരു ഡൗട്ടായി, ഇതൊരു ജയിലാണോ അത് ഇവിടെ എന്തെങ്കിലും DJ പാർട്ടി വല്ലതും നടക്കുന്നുണ്ടോ എന്ന്. എൻ്റെ പൊന്നെ പെണ്ണുമ്പള്ളേ, എൻ്റെ ഇമ്മയുടെ ശല്യം കാരണം പോള കണ്ണടിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞു മടുത്തു, സാറുമാർ പറഞ്ഞു മടുത്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദയവേത് ചെയ്യും. ഓക്കെ. ഹലോ. ജയിലിലും നിങ്ങൾക്ക് എങ്ങനെയാ ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നേ? How can you be so joyful? Rejoice in the Lord always. And again I say rejoice. Rejoice? What do you mean by rejoice? We believe in our God who is stronger than this. My hands are chained, my feet are bound, but I'll still rejoice forevermore. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആർക്കും അതിശയം ഉളവാക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് ഈ യഹൂദന്മാരിൽ നിന്നും നമുക്ക് ലഭിച്ചത്. ഇതിന് കൂടുതൽ വിവരങ്ങൾ അറിയാനായി നമുക്ക് തുടർന്നുള്ള Do thyself no harm, for we are all here. Sirs, what must I do to be saved? Believe in the Lord Jesus Christ. You shall be saved and your household. We don't believe in a God who created, who is made by stone, or have an ear but cannot hear, or have an eyes but cannot see. But we believe in a God who loved us so much that he gave his only begotten Son, that whosoever believes in him should not perish, but have everlasting life. So, my dear brother, put your trust in the Lord, who is our hope and anchor of our soul. I do believe. Amazing grace. How sweet the sound that saved a wretch like me. I once was lost, but now I'm found. What I see. I
a beautiful thing we have witnessed. Paul and Silas chose to rejoice in their difficult circumstances. They praised God while in prison. Even though they had been beaten, they sang hymns and prayed. This example drew the jailer to realize there was something different about them, and he wanted whatever they had. 1 കൊരിന്ത്യർ 13:13 പറയുന്നത് പോലെ ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഈ മീറ്റിങ്ങിൻ്റെ തീം പോലെ പ്രത്യാശയിൽ നങ്കൂരമിട്ട് നമുക്ക് ജീവിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.